പൊറോട്ടയ്ക്ക് വേണ്ടി ജനിച്ച പൂക്കുഞ്ഞും ഒരു കാലത്ത് ബീഫിന് വേണ്ടി കാത്തിരുന്ന ബാബുവും വൺ സൈഡ് ഓംലെറ്റിനെ പ്രണയിച്ച് ഇവനും കാത്തിരിക്കുന്നത് വൈകുന്നേരം 8 അടിക്കുമ്പോൾ കിട്ടുന്ന വീശിയടിച്ച് ഈ പൊറോട്ടയ്ക്കും നല്ല നാടൻ കുരുമുളക് പൊടിയുടെ മണമുള്ള ഈ ബോട്ടിക്കും വേണ്ടിയാണ്. നമ്മുടെ ഈ പൊറോട്ട ആസ്വദിച്ച് കഴിക്കാൻ 3 ടെംപ്റ്റിംഗ് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ആദ്യം ഗ്രേവിയിൽ കുതിർന്ന പൊറോട്ടയുടെ മേലെ ചെറിയുള്ളി മിക്സായി ഒരു പിടി ബോട്ടി ഇങ്ങനെ വെതറിയിടണം. മുന്നിൽ നിന്നും സൈഡിൽ നിന്നും നടുക്കുന്നത് ഇങ്ങനെ ഒരു തരി പോലും കളയാതെ മടക്കിയെടുത്ത് സോഫ്റ്റ് ആയിട്ടൊരു ബൈറ്റ്. രണ്ടാമത്തേത് അധികം ഗ്രേവിയായിട്ട് അവിഹിതത്തിന് പോകാത്ത പൊറോട്ടയുടെ മേലേക്ക് നല്ല മുരിഞ്ഞ ഓംലെറ്റ് വീശി അതിനുമേലെ വീണ്ടും ചെറിയുള്ളിയും തേങ്ങാക്കുത്തും മിക്സായി ബോട്ടി ഇതിങ്ങനെ വെതറിയിടണം. സാവധാനം മടക്കി ചുരുട്ടി ഫില്ലിംഗ് ഒക്കെ പക്കയായ ഒരറ്റം നോക്കി നല്ലൊരു കടി. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഹൈലൈറ്റ് ഇതിന്റെ ക്ലൈമാക്സ് ആണ് കേട്ടോ. ബാക്കി വന്ന കുഞ്ഞു പീസ് പൊറോട്ട കീറിലേക്ക് പേരിനൊരു ഇത്തിരി ഗ്രേവി മയത്തിലൊന്ന് തേച്ച് ഓംലെറ്റിനെ പൊട്ടും പൊടിയും മിസ്സാക്കാതെ ഫില്ലാക്കി ബാക്കി വന്ന ബോട്ടി മേലേക്കിട്ട് എരിയിൽ പറ്റിയ മസാല ഉൾപ്പെടെ ഇങ്ങനെ വടിച്ചെടുത്തൊരു ഫിനിഷിങ്. ആസിഫ് അലിക്ക് പഴവും കപ്പലണ്ടി മുട്ടായി ആണെങ്കിൽ ഇവന് കപ്പലണ്ടി മുട്ടായും 7up ആണ് ഫുഡിന് ശേഷമുള്ള ഇഷ്ടപ്പെട്ട കോംബോ. അങ്ങനെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം. അപ്പൊ ശരി എന്നാ.